Hello everyone, welcome to my channel Content Guru. So, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ലാംഗ്വേജിൻ്റെ ബേസിക്സ്. സി ലാംഗ്വേജിൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്, സി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചേഴ്സ്, നിങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം ഒരു സി ലാംഗ്വേജ് എങ്ങനെ എഴുതാം. ബേസിക്കലി നമ്മുടെ നാട്ടിലൊരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അതായത് +1 +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്കാണ് ബിടെക്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സമയത്ത് സി ലാംഗ്വേജ് എളുപ്പമെന്ന്. പക്ഷെ അതങ്ങനെയല്ല. +1 +2 നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ സി ലാംഗ്വേജിൻ്റെ ഒരു നോർമൽ ബേസ് വരുന്നുള്ളൂ. പക്ഷേ അത് C++ഉം ഇത് സെയിമാണ്. നോർമൽ ബേസിക് സ്ട്രക്ചർ ഏകദേശം സെയിം ആണെങ്കിലും കോഡിംഗ് സ്റ്റൈല് ഡിഫറൻസ് ഉണ്ട്. ബട്ട് സി ലാംഗ്വേജ് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. സോ എൻ്റെതായിട്ടുള്ള രീതിയിൽ എങ്ങനെ സി ലാംഗ്വേജുമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ എന്നുള്ളതാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ, അതായത് ഏതെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ. ദെൻ റൈറ്റ് യു ഫസ്റ്റ് സി പ്രോഗ്രാം. ഒരു നോർമൽ ഹലോ വേൾഡ് പോലുള്ള ജസ്റ്റ് ഒരു സെന്റൻസ് പ്രിന്റ് ചെയ്യിക്കുക, അഡീഷൻ ഓഫ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ എൻ്റെ ഉദ്ദേശം. ദെൻ പ്രീ പ്രോസസർ കമാൻഡ്സ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് എങ്ങനെ ഒരു ഐഡന്റിഫയേഴ്സ്, ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയുള്ള ഐഡന്റിഫയേഴ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ സി ലാംഗ്വേജിന്റെ ബേസിക്സ്, ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ക്ലാസ്സും, പിന്നെ എന്താണ് യൂസർ വേരിയബിൾസും കോൺസ്റ്റൻസും, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺസെപ്റ്റ്സ് എന്താണ്, സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ വാട്ട് ഇസ് സി, എന്താണ് ഒരു സി ലാംഗ്വേജ്? നമുക്ക് എന്താണ് സി ലാംഗ്വേജിനെ പറ്റി അറിയാവുന്നത്? ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നറിയാം, ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നറിയാം. അപ്പോൾ എന്താണ് ഒരു സി ലാംഗ്വേജിന് ഈസി ആയിട്ടുള്ള? അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരുപാട് പിള്ളേർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് യശ്വന്ത് കനേത്കറിന്റെ ലെറ്റസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. വളരെ വൃത്തിയിൽ നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് ആ ബുക്കിൽ കാര്യങ്ങളുള്ളത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. സോ ഞാൻ ചുരുക്കി പറയാം, എന്താണ് സി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സും ഗ്ലോബൽ വേരിയബിൾസും ഫങ്ഷൻസും ഒക്കെ അടങ്ങുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ്. കാരണം പ്രോഗ്രാമിനെ, ഓരോ പ്രോബ്ലമിനെ ഹാൻഡ് ബൈ ഹാൻഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്ന ഒരു നോർമൽ പ്രൊസീജിയർ ആയതുകൊണ്ടാണ് അതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അധികം യൂസ് ചെയ്യുന്നത് ഇപ്പോഴും സി ലാംഗ്വേജ് ആണ്. കാരണം ഇറ്റ് ഇസ് ആൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ യശ്വന്ത് കനേത്കറിന്റെ ഞാൻ റെഫർ ചെയ്ത ബുക്കിന്റെ കവർ പേജാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ലെറ്റസ് സി എന്ന് പറഞ്ഞിട്ടുള്ള 8th എഡിഷൻ ആയിരുന്നു യശ്വന്ത് കനേത്കറിന്റെ. വളരെ നല്ല ഈസി ആയിട്ട് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ചെയ്യേണ്ടത്, എനിക്ക് വൈവ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് പോലും യശ്വന്ത് കനേത്കറിന്റെ ബുക്കിൽ നിന്നായിരുന്നു. കാരണം ഞാൻ അത്രയും റെഫർ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ അത് പറഞ്ഞു തരാൻ പറ്റുന്നത്. സോ നമുക്കൊരു വാട്ട് ഇസ് സ്ട്രക്ചർ ഓഫ് സി, അത് നമുക്ക് കാണാം. സ്ട്രക്ചർ ഓഫ് സി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ഉണ്ടാവും. എന്താണ് ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ്? പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ #include iostream.h, #include studio.h, #include conio.h. അപ്പം നമുക്ക് എന്താണെന്നറിയില്ല, നമ്മളിത് പ്രോഗ്രാമിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്തു പോകുന്നുണ്ട് അല്ലേ. സോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ # വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ്
ഒരു ചെറിയ സ്മോൾസ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് iostream.h. വാട്ട് ഇസ് എ ഹാഷ് ഇൻക്ലൂഡ് iostream.h? ഹാഷ് ഇൻക്ലൂഡ്, അതായത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുകയാണ് നമ്മുടെ സി ലാംഗ്വേജിനോട്. എന്താ? iostream.h, അതായത് ഹെഡ് ഓഫ് ഫയൽസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ. അങ്ങനെ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ കോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുമല്ലോ. ആ കമ്പൈലിങ്ങിന്റെ സമയത്ത് കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന്റെ ആ പൊസിഷനിൽ ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന്റെ ഈ സെന്റൻസ്, ഐ മീൻ ഹാഷ് ഇൻക്ലൂഡ് iostream.h എന്ന് പറയുന്ന ആ ഒരു കമാൻഡിൽ അടങ്ങുന്ന കംപ്ലീറ്റ് സോഴ്സ് കോഡ് അവിടെ റീപ്ലേസ് ആവാണ്. സെറ്റ് ഓഫ് ഫയൽസ് ആണ്, ഫങ്ഷൻസ് ആണ് അത്. സോ നമ്മളിപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h കുറച്ച് പ്രോഗ്രാം എഴുതിയിട്ട് കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലർ അവിടെ എന്താ ചെയ്യുന്നത്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിനെ മുഴുവൻ അതിൻ്റെ അടങ്ങിയിരിക്കുന്ന സോഴ്സ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ സോഴ്സ് കോഡ് അത് വെച്ചിട്ടാണ് ഫുൾ കമ്പൈലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 5-6 സെന്റൻസ് മാത്രമുള്ള ഒരു പ്രോഗ്രാം എടുത്തിട്ട് കമ്പൈൽ ചെയ്യുമ്പോഴും 3306 or 7 ഒക്കെ കോഡ്സ് എന്താ പറയുന്നത് കമ്പൈൽ ആയി അവർ കാണിക്കുന്നത്. ഗ്ലോബൽ ഡയറക്റ്റീവ്സ്. പിന്നെ ബോഡി ഓഫ് ദ പ്രോഗ്രാം. ദെൻ ഫങ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്രീറ്റിംഗ് പ്രോഗ്രാം. എങ്ങനെ? ഹാഷ് ഇൻക്ലൂഡ് studio.h. അപ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാഷ് ഇൻക്ലൂഡ് ഓപ്പൺ, ഐ മീൻ സെമിക്കോളൻ എന്ന് പറയുന്ന ഒരു സാധനം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിലില്ല. studio.h എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h എന്നാണത് പറയേണ്ടത്. ഞാനത് ഒരു എളുപ്പത്തിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിലടങ്ങിയിരിക്കുന്ന .h ഹെഡർ ആണ്. ആ ഹെഡർ ഫയൽ അടക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യണം ഈ പ്രോഗ്രാമിൽ എന്നാണ് പറയുന്നത്. ദെൻ ഇന്റ് മെയിൻ വാട്ട്. ഇവിടെ വേറൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ എന്ത് ടൈപ്പിലുള്ള ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും, ഐ മീൻ സി ലാംഗ്വേജിൽ ചെയ്യുകയാണെങ്കിൽ കമ്പൈലർ എപ്പോഴും മെയിൻ എവിടെയാണ് എന്ന് നോക്കിയിട്ടേ പോകുള്ളൂ. അതായത് ഈ മെയിൻ ഇന്റ് മെയിൻ വോയിഡ്. അപ്പോൾ ഈ മെയിൻ പ്രോഗ്രാം എവിടെയാണ് കോൾ ചെയ്തിരിക്കുന്നത് എപ്പോഴും കമ്പൈലർ അവിടെ വന്നിട്ടാണ് നിൽക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓപ്പൺ ബ്രാക്കറ്റിൽ പ്രിന്റ് എഫ്. നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാണ് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഹലോ വേൾഡ് / എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് താഴോട്ട്. ദെൻ ഇവിടെ ഞാൻ റിട്ടേൺ 0 ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ get അതായത് ഗെറ്റ് ക്യാരക്ടർ കൊടുത്താലും മതി. ഇതാണ് ഓപ്പൺ കേളി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഐ മീൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടിയതിന് ശേഷം ഞാൻ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു സി ലാംഗ്വേജിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് അപാകതകൾ ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എനിക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.